സൗദി അറേബ്യയിലെ ജയിലിനുള്ളിൽ നീണ്ട 20 വർഷങ്ങളാണ് കോഴിക്കോട് കോടാമ്പുഴ സ്വദേശിയായ അബ്ദുൽ റഹീം കഴിച്ചുകൂട്ടിയത്. തിളപ്പുള്ള യൗവനകാലത്ത് നാടുവിട്ടതാണ് റഹീം. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. നാടും വീടും കാണാതെ, പ്രിയപ്പെട്ടവരുടെ ശബ്ദം പോലും കേൾക്കാൻ കഴിയാതെ ആ ഇരുമ്പഴിക്കുള്ളിൽ കിടന്ന ഓരോ ദിവസവും റഹീമിന് വലിയ നരകമായിരുന്നു. എന്നെങ്കിലും ഈ ജയിൽ മോചനം സാധ്യമാകുമോ എന്നുപോലും അറിയാതെയാണ് റഹീം അത്രയും കാലം അവിടെ കഴിഞ്ഞത്. മറുഭാഗത്ത് കോഴിക്കോട്ടെ വീട്ടിൽ മകനെയും ഓർത്ത് കണ്ണീരൊഴുക്കാത്ത ഒരു ദിവസം പോലും ആ ഉമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. മകൻ ജയിലിലായ വിവരം അറിഞ്ഞ അന്ന് മുതൽ ആ ഉമ്മയുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടതാണ്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ നാട്ടിൽ എത്രയോ പെരുന്നാളുകൾ വന്നുപോയി. ആളുകൾ ആഘോഷിക്കുമ്പോൾ ആ വീട്ടിൽ മാത്രം സന്തോഷത്തിൻ്റെ ഒരു ചിരി പോലും ഉണ്ടായിരുന്നില്ല. റഹീമിൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് കരുതിയയിടത്താണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നടങ്കം റഹീമിന് കാവലായി എത്തിയത്. ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ നമ്മുടെ ഒരു സഹോദരൻ രക്ഷിക്കണം എന്ന ഒറ്റ ചിന്തയിൽ മലയാളികൾ കൈകോർത്തു. ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ തുക ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് മലയാളികൾ പിരിച്ചെടുത്തത്. ഈ നന്മ മനസ്സിന് ലോകത്ത് വേറെ ഒരിടത്തും മാതൃക കാണാൻ കഴിയില്ല. ഇതിൽ പങ്കാളികളായ ഓരോ മലയാളിയും വലിയ അഭിനന്ദനമാണ് അർഹിക്കുന്നത്. മലയാളിയുടെ ആ ഒത്തൊരുമ ഒന്നുകൊണ്ട് മാത്രമാണ് റഹീമിന് ഇന്ന് ജീവനോടെ നാട്ടിലേക്ക് വരാൻ വഴി തുറന്നത്. ഇപ്പോൾ ഇതാ എല്ലാ നടപടികളും പൂർത്തിയായി കഴിഞ്ഞു. ജയിൽ മോചന ഉത്തരവിൽ ഒപ്പുവെച്ചു. എക്സിറ്റ് വിസയും അടിച്ചു. ഇനി വിമാന ടിക്കറ്റ് എടുത്ത് റഹീം നാട്ടിലേക്ക് പറന്നാൽ മാത്രം മതി. ഇത്രയും കാലം അനുഭവിച്ച വേദനകൾക്കെല്ലാം അറുതി വരുത്തിക്കൊണ്ട് നാളെയോ മറ്റന്നാളോ റഹീം കേരളത്തിൽ തിരിച്ചെത്തും. 20 വർഷത്തിന് ശേഷം അബ്ദുൽ റഹീം നാട്ടിലെത്തുകയാണ്. ഈ ബലിപെരുന്നാൾ ഉമ്മയോടൊപ്പം റഹീമിന് കൂടാൻ പറ്റുമെന്ന വിശ്വാസത്തിലാണ് കുടുംബങ്ങൾ. അബ്ദുൽ റഹീം ബലിപെരുന്നാൾ ദിവസം രാവിലെ കേരളത്തിലെത്തുമെന്നാണ് നിഗമനിക്കുന്നത്. അബ്ദുൽ റഹീമിൻ്റെ വീട്ടിലെത്തിയ മാധ്യമപ്രവർത്തകരോട് ഉമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ മകൻ ഈ ഉമ്മറപ്പടി ചവിട്ടാതെ ഞാൻ ഇനി സംസാരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഉമ്മയെക്കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത് എന്നുള്ളത് ആർക്കെങ്കിലും അറിയുമോ? കാരണം ഇതായിരുന്നു. ഒട്ടേറെ സാഹചര്യങ്ങളിൽ അബ്ദുൽ റഹീം നാട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് ഈ ഉമ്മക്ക് പ്രതീക്ഷകൾ നൽകി. എന്നാൽ ആ ദിവസങ്ങളിലെല്ലാം അബ്ദുൽ റഹീം അടുത്തു വരില്ല എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ആ ഉമ്മയുടെ കൽബ് പിടച്ചിരുന്നു. തൻ്റെ മകൻ നാട്ടിലേക്ക് വരാനിരിക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങളായിരിക്കാം ഇനി മകൻ വന്നിട്ടേ ഞാൻ സംസാരിക്കുന്നുള്ളൂ എന്ന് പറയാൻ ഉമ്മയെ തോന്നിപ്പിച്ചത്. കോടാമ്പുഴയിലെ ആ വീട്ടിൽ പാത്തുമ്മ ഉമ്മ കഴിച്ചു കൂട്ടിയ 20 വർഷങ്ങൾ, ആയുസ്സിൻ്റെ 1/3 ഭാഗം കണ്ണീരോടെയല്ലാതെ ഉമ്മ തള്ളി നീക്കിയില്ല. നിരന്തരമായുള്ള ഉമ്മയുടെ കണ്ണീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ് അബ്ദുൽ റഹീം ഇപ്പോൾ നാട്ടിലേക്കെത്തുന്നത്. കർശനമായ നിയമവ്യവസ്ഥയുള്ള സൗദി അറേബ്യയിൽ നിന്നും ഇത്തരമൊരു മോചനം അസാധ്യമായിരിക്കെയാണ് ഉമ്മയുടെ പ്രാർത്ഥനയും ലോക മലയാളികളുടെ കരുതലും ഒത്തുചേർന്നത്. ഇനി അബ്ദുൽ റഹീം വീട്ടിലെത്തി ഉമ്മയെ കെട്ടിപ്പിടിക്കുന്ന ആ സന്ദർഭം കാണാനാണ് ഇപ്പോൾ ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നത്. ആ സന്തോഷ കണ്ണീരിൽ കുതിർന്ന മനോഹരമായ കാഴ്ച മലയാളികൾക്ക് സമ്മാനിക്കുവാൻ കൂടിയാണ് അബ്ദുൽ റഹീം പെരുന്നാളിന് രാവിലെ കോടാമ്പുഴയിലെ തൻ്റെ വീട്ടിലെത്തുന്നത്. ദീർഘകാലം ഇനിയും മകൻ്റെ കൂടെ ജീവിക്കുവാൻ പ്രിയപ്പെട്ട പാത്തുമ്മ ഉമ്മക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. പെട്ടെന്നായിരുന്നു. നമ്മൾ 20-21 വെയിറ്റ് ചെയ്തു. പക്ഷേ എന്താ പറയുക, ലീവ് വന്നിട്ട് പിന്നെ നീണ്ടുപോയി. ഇപ്പോൾ ഇന്ന് പെട്ടെന്നായിരുന്നു എക്സിറ്റ് അടിച്ചു, എല്ലാം ക്ലിയർ ആയി എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. ഇനി അവൻ്റെ എമിഗ്രേഷൻ നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഉടൻ ടിക്കറ്റ് എടുത്ത് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അവർ പറയുന്നത് ഉമ്മാൻ്റെ ഒപ്പം പെരുന്നാൾ കഴിപ്പിക്കാനുള്ള അതിൻ്റെ ഒരു സ്പീഡപ്പിലാണ്. അവിടെ എല്ലാവരും അതിൻ്റെ ജാഗ്രതയായിട്ട് നിൽക്കുകയാണ്. ഇനി ഇന്ത്യൻ എംബസിൻ്റെ കാര്യങ്ങൾ നടക്കാനുള്ളത്. സൗദിൻ്റെ ഏകദേശം കഴിഞ്ഞു, എക്സിറ്റ് അടിച്ചോട് കൂടി അവിടുന്ന് കഴിഞ്ഞു. ഇനി അവിടുന്ന് എങ്ങനെ എമിഗ്രേഷൻ ശരിയാക്കി ടിക്കറ്റ് എടുത്ത് കൊണ്ടുവരണം എന്നുള്ള അതിൻ്റെ സ്പീഡപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ എനിക്ക് ലേറ്റസ്റ്റ് ആയി കിട്ടിയ വിവരങ്ങൾ.